ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും കേട്ടോ, ഈ ചെടിയുടെ ചുറ്റും ഉണങ്ങി കിടക്കുന്ന ഇലകളൊക്കെ ഒന്ന് എടുത്ത് കളയാനും ഒന്ന് വെട്ടി ഒന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ വിചാരിക്കും. അപ്പോൾ നടക്കാറില്ല. ഇങ്ങനെ കാണും, എന്നിട്ട് ഇപ്പം ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകും. പിന്നെ ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും പിന്നെയും ഓർക്കുക. അങ്ങനെ ഇത് പോയിട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ തന്നെ ഫസ്റ്റ് ഇതിൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേ ഞാൻ ഫ്രഷായി വന്നിട്ട് വേറെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഇതങ്ങോട്ട് ചെയ്തതിന് ശേഷം ചായയൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്ത് നട്ടിരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അത് അവിടെ നല്ല രീതിയിൽ തന്നെ ഇതായി മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2 തണ്ടെടുത്ത് ഞാൻ ഇവിടെ വെച്ചാണ് കേട്ടോ. പക്ഷേ ഇതിന് വെയിലൊന്നും അത്ര അത്യാവശ്യമില്ല. വെയിലില്ലാതെ തന്നെ ഇത് നല്ല രീതിയിൽ പുതിയ ഇലകളൊക്കെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഒരു 2 വൈറ്റ് പോട്ടും കൂടി വാങ്ങിക്കണം. അപ്പോൾ ഇത് പിടിക്കുമെന്ന് നോക്കിയിട്ട് നമുക്ക് പോട്ട് വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ വെച്ചതാണ് കേട്ടോ അവിടെ. അതൊക്കെ കഴിഞ്ഞതേ ചായയൊക്കെ ഞാൻ തിളപ്പിച്ചെടുത്തു കേട്ടോ. ചായ കുടിക്കാതെ ഒരു ദിവസം മുന്നോട്ട് പോവില്ല. കാരണം ചായ കുടിക്കുന്നത് ഒരു പ്രത്യേക ഉന്മേഷമാണല്ലേ. അപ്പോൾ അതേ ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കുകയാണ്. ചായ കൂടി ഒരു സമയത്ത് നിർത്തിയതാണ് കേട്ടോ രാവിലെ. ഇപ്പോഴും നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ കുടിച്ച് ശീലിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിച്ചത് നടക്കാത്തതായിട്ടൊന്നുമില്ല, അതും അറിയാം. എന്നാലും ഒരു മടി, വിചാരിക്കുന്നില്ല അങ്ങോട്ട്. അവിടെയാണ് പ്രശ്നം. വിചാരിക്കണ്ടേ, ആ വിചാരം വരുന്നില്ല ചായയോട് മാത്രം. അപ്പോൾ ഇതേ കുറച്ച് എനിക്ക് ആവശ്യമുള്ള ചായ ഞാൻ എടുത്തൊരു കപ്പിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറ്റിയതിന് ശേഷം കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എപ്പോഴും ചായ ഫ്രണ്ടിൽ സമയമുണ്ടെങ്കിൽ, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ സ്കൂളൊക്കെ തുറക്കുമ്പോൾ എന്തായാലും നടക്കില്ല. ചിലപ്പോൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഈ ചായയൊക്കെ കുടിക്കുക. ഇപ്പോൾ നമ്മൾ ചായ ഇതുപോലെ ചൂടൊക്കെ ആറ്റി ഫ്രണ്ടിലൊക്കെ പോയിരുന്ന് കുടിക്കും. പക്ഷേ ഇനിയിപ്പോൾ 3-ാം തീയതി ക്ലാസ് തുടങ്ങുമല്ലോ. അപ്പോൾ ചായ ആറ്റാനും ചൂട് മാറ്റാനും ഒന്നും നിൽക്കില്ല. ഒരു കപ്പിലെടുത്ത് വെച്ചിട്ട് നമ്മുടെ പണികൾ അവിടെ നടക്കും. അതിൻ്റെ ഇടയിൽ ചായയും കുടിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോ എവിടെയും പോയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഓരോരോ മാറ്റങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പോയിരുന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റും. മീൻകാരൻ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വിളിക്കാം ആളെ. അങ്ങനെ മീൻ രാവിലെ കിട്ടിയാൽ നമ്മുടെ എല്ലാ പണികളും വേഗം തീരും. അപ്പോൾ ഇത് ഫ്രണ്ടിൽ ഞാൻ നട്ടിട്ടുള്ള മരമുല്ലയാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. മഴ പെയ്യുമ്പോഴാണ് ശരിക്കും ഈ മരത്തിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുക. അല്ലാത്ത സമയത്ത് ഇതിലൊരിങ്ങനെ ചെറിയ മുട്ടുകളായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷേ മഴ പെയ്യുമ്പോൾ ഇതുപോലെ പൂത്തുലഞ്ഞ് നിൽക്കും കേട്ടോ. പണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പല വീടുകളുടെയും ഒക്കെ ഫ്രണ്ടിൽ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാം. കൂടുതലും ഇതിൻ്റെ പൂക്കൾ നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒരു പ്രത്യേക മണമാണ് ഇത് പൂക്കണ സമയത്ത്. രാത്രിയൊക്കെ ഇതിൻ്റെ ചോട്ടിൽ പോയി നിന്നാൽ ഒരു പ്രത്യേക സ്മെല്ല് കേട്ടോ നമുക്ക്. നമ്മൾ ഈ ചാമ്പയ്ക്ക ഉണ്ടായ ടൈമിൽ ഒരു റോസ് കളറാകുമ്പോഴേക്കും നമ്മളിത് പൊട്ടിച്ച് തിന്നിരുന്നു. ഇതിന് ഇത്രയും കളറൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ തിരിച്ചറിയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളൊരു കുരുത്തം കെട്ട പൂച്ചയാണ്. കുരുത്തം കെട്ടൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന ചവിട്ടിയിൽ പാമ്പില്ലേ, പാമ്പിനെ കഴിച്ചിട്ട് അതിൻ്റെ തലയൊക്കെ ഇട്ടിട്ടുണ്ടാവും. പാമ്പെന്ന് പറഞ്ഞാൽ ചെറിയ പാമ്പ് കേട്ടോ. അതുപോലെ ഓരോ ജീവികളെയൊക്കെ തിന്നിട്ട് ഓരോ പാർട്സ് അവിടെ ഇട്ടിട്ടുണ്ടാവും. അത്രയും നല്ല ഒരു പൂച്ചയാണ് കേട്ടോ അത്. അറിഞ്ഞു തീരും മുമ്പേ മഴ എത്തിയിട്ടോ. നല്ല കാറ്റും നല്ല മഴയാണ് കേട്ടോ ഇവിടെ. നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ നോക്കിയിരുന്നിട്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. ഇന്ന് ഞാൻ ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്ക അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ചക്ക
ചക്ക വിട്ടിട്ട് ഒരു കളിയില്ലേ, കുറേ നാളായല്ലോ ചക്ക ചക്ക ചക്ക. അത് സീസണിൽ കിട്ടുന്ന ഫ്രൂട്ടല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളത് മാക്സിമം നമ്മളത് ഉപയോഗപ്പെടുത്തും കേട്ടോ. അപ്പോൾ ദേ ഇന്ന് ചക്കപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ പോലെ തന്നെ തേങ്ങ ചിരവേതിട്ട് കൊടുത്തിട്ട് കുറച്ച് ചക്ക അരിഞ്ഞ കഷ്ണങ്ങളാക്കിയ ചക്കയും കൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്താൽ നമ്മുടെ ചക്കപ്പുട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ദേ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഈ ചക്കപ്പുട്ട് തിന്നാത്ത ടീംസും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കണം. അപ്പോൾ വേറെ നോർമൽ പുട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ മീൻ കറിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്, ചക്കപ്പുട്ടും പിന്നെ മീൻ കറിയും പുട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ വീഡിയോ ദേ കഴിയാണ് കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.